ഇന്നത്തെ റെസിപ്പി എന്ന് പറയാൻ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോയിൽ കൂടുതൽ ചിക്കൻ ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഉപ്പാണ്. 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് തൈര് ചേർക്കണം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര്, എന്നാൽ കുറച്ച് പുളിയും വേണേ. അപ്പോൾ ആ തൈരും കൂടെ പുരട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. പുളിയും ഉപ്പും മഞ്ഞളും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പോൾ അത് നല്ല രീതിയിൽ അങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നും ഒരേ രീതിയിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർക്കും ബോറടിയാവും, ഉണ്ടാക്കുന്നവർക്കും ബോറടിയാവും അല്ലേ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അല്പം വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും കേട്ടോ. ഇനിയും നമ്മൾ അതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നീട് കുറച്ച് മല്ലിയിലയൊക്കെ കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ജീരകം ചേർക്കുന്നുണ്ട്. പിന്നീട് എരിവിന് ആവശ്യമുള്ള കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏത് ബ്രാൻഡാണോ ചിക്കൻ മസാല യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 1.5 ടേബിൾ സ്പൂണും പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്തോളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമ്മുടെ ആ മസാലയില്ലേ, ആ കൂട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലോ പുറത്തോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മസാലയൊക്കെ നല്ല സെറ്റായിട്ട് അങ്ങോട്ട് പിടിക്കുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കുറയും. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കണക്കാക്കി കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നീട് അതെന്താണെന്നൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ സൂചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ സൂചി തുണി തയ്ക്കുന്ന സൂചി ആയിരിക്കും അല്ലേ. ഇതല്ല കേട്ടോ, റവയാണ്. അപ്പോൾ റവ നല്ല എന്താ പറയുക, തരിതരിയായിട്ടുള്ള നല്ല വലിയ റവ 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഓരോരോ പീസ് എടുത്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതൊരു പീസ് മതി ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റ്, കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല മുരുമുരാന്നിരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് ആ ഒരു മസാലയ്ക്ക്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെറിയ ജീരകം ചേർക്കാറില്ല ഇങ്ങനെയുള്ള മസാലയ്ക്കൊന്നും, വലിയ ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർക്കാറുണ്ട്. ഇവരുടെ മസാലയ്ക്കൊക്കെ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ച് വ്യത്യസ്തതയുണ്ട്. നല്ല ഒരു മല്ലിയിലയുടെയും പിന്നെ ജീരകത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ഒരു ഫ്ലേവറൊക്കെ വരും, നല്ല ഒരു ടേസ്റ്റാണ്. പിന്നെ പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ, അതും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങോട്ട് മൊരിച്ച് വറുത്തങ്ങോട്ട് കോരി വെറുതെ അങ്ങോട്ട് പെറുക്കിക്കൊണ്ട് നടന്ന് തിന്നാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഒരല്പം പോലും പൊടിഞ്ഞു പോവുക ഒന്നുമില്ല. ദേ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു പീസ് മതി കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയോ കഴിക്കാനായിട്ട് ഇതേലെ ഒരു പീസ് മതിയാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് അല്ലേ. എന്നും ഒരേ രീതിയിൽ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറടി ആവില്ലേ, കഴിക്കുന്നവർക്കും ബോറടി. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ പറ്റുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ നല്ല സാവധാനത്തിൽ എല്ലാം ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേൽ അടുത്തൊരു സെറ്റ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. പാത്രം ചെറുതായി കൊണ്ടിട്ട് ഇത്രേ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും നാട്ടിലല്ലേ. ജയ്പൂരിൽ എന്ത് ഓണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് സ്കൂളിൽ അവധിയൊന്നും ഇല്ല. അപ്പോൾ ദീപാവലിയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫെസ്റ്റിവൽ. നമുക്ക് ഓണമൊന്നും അങ്ങനെ ആരും സെലിബ്രേറ്റ് ചെയ്യാറില്ല കേട്ടോ. മലയാളികളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാറ്റുകയാണ് പാത്രത്തിലേക്ക്. നല്ല പൊറോട്ടയും ചൂട് പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ കുറേ ആയി പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഉണ്ടാക്കണമെന്ന് തോന്നുക അല്ലെങ്കിൽ കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും കണ്ടില്ലേ, നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും.
ഇതിന് എന്ത് പേരിട്ട് വിളിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എന്ത് പേരാണെങ്കിലും വിളിച്ചോളൂ. എന്തായാലും ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി തന്നെയാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. നല്ല ഒരു എന്താ പറയുക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.